ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ ഡ്രൈ ഫ്രൈ ആണ്. ഇത് നമുക്ക് വീടുകളിൽ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കൂന്തലാണ്. അത്ര വലുതൊന്നുമല്ല, ചെറിയ കൂന്തലാണ്. അതിൻ്റെ തൊലിയും തലയും എല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അതിനുശേഷം അത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. നീളത്തിലല്ല, വട്ടത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. റിങ് പോലെ കട്ട് ചെയ്തെടുക്കണം. വളരെ കനം കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, എന്നാലേ നമുക്ക് വേഗത്തിൽ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ്. അതിനുശേഷം നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഗരം മസാല 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പും കൂടെ ചേർത്ത് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കണം. ഒരു 10-20 അരമണിക്കൂറായാലും കുഴപ്പമില്ല. ഒരു 30 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. ഓരോ പീസായിട്ട് നമുക്കിത് സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിച്ച് അത് കട്ടയായി പോകും എല്ലാം കൂടെ. അപ്പോൾ ഓരോ ചെറിയ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുപ്പിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണമെന്ന് മാത്രം. കുറച്ച് മാത്രം എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് നിങ്ങൾക്ക് തുറന്ന് നോക്കാം കരിഞ്ഞെങ്ങാനും പോകുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കാം. അഥവാ വേഗാതെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. നിങ്ങളിത് മസാലയെല്ലാം പുരട്ടി വെച്ചിട്ട് നിങ്ങൾ ചോറുണ്ണുന്നതിന് ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് മുമ്പൊക്കെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂടോടുകൂടി വളരെ സോഫ്റ്റായിട്ടിരിക്കും. നമ്മളിത് ഉണ്ടാക്കി വെച്ച് കുറേ സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ഹാർഡായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്തൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.